നമസ്കാരം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കിൽ നിന്നും വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നാരോപിച്ച് സർക്കാരിനെതിരെ പരാതിയുമായി ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയായ AHSTA. ജീവനക്കാരുടെ സ്വകാര്യ ഫോൺ നമ്പറുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം എത്തിയതിനെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് S. മനോജ് സൈബർ സെല്ലിന്റെ ചുമതലയുള്ള ADGPക്ക് ഔദ്യോഗികമായി പരാതി നൽകി. DA കുടിശ്ശിക അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ ജീവനക്കാരുടെ പേര് സഹിതം അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രിയുടെ വാട്സപ്പ് സന്ദേശം എത്തിയതാണ് വിവാദങ്ങൾക്ക് ആധാരം. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മാത്രം സ്പാർക്കിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറുകളും മറ്റ് രഹസ്യ വിവരങ്ങളും രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തത് ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ജീവനക്കാരുടെ വിവരങ്ങൾ മുഖ്യമന്ത്രി എടുക്കുന്നത് എങ്ങനെയാണെന്നും ഇത് ഡാറ്റ ചോർച്ചയാകും എന്നത് എങ്ങനെയാണെന്ന ചോദ്യവും പ്രസക്തമാകും. അതുകൊണ്ട് തന്നെ സൈബർ പോലീസ് കേസെടുക്കാൻ സാധ്യതയില്ല. സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട വിവരങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിന് എങ്ങനെ ലഭ്യമായി എന്നതിൽ വ്യക്തത വേണം എന്നതാണ് സംഘടനയുടെ ആവശ്യം. നിലവിൽ ഈ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് സൂചനകൾ. സർക്കാർ സംവിധാനങ്ങൾക്കെതിരായ നീക്കമായതിനാൽ പോലീസ് മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചാൽ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനാണ് AHSTയുടെ തീരുമാനം. സ്പാർക്കിലെ ഡേറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകും. സിവിൽ സർവീസിന് ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജീവനക്കാരുടെ സ്വകാര്യതയിലേക്ക് ഇത്തരത്തിൽ കടന്നുകയറ്റം നടത്തുന്നതെന്ന് NGO അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളും ആരോപിക്കുന്നുണ്ട്. IT ഏജൻസികൾക്ക് ഡേറ്റ കൈമാറി സർക്കാർ സംവിധാനത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കിയവർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. ജീവനക്കാരുടെ പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്താണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുകയാണെന്നും ജീവനക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഈ സർക്കാർ എന്നും ഒപ്പമുണ്ട്, വരും നാളുകളിൽ ഈ കരുതൽ തുടരുമെന്നുമായിരുന്നു സന്ദേശം. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രമായാണ് വ്യക്തിഗത ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും സ്പാർക്കിന് കൈമാറിയിട്ടുള്ളത്. സുരക്ഷിതമായി സൂക്ഷിച്ച വിവരങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് മേലുദ്യോഗസ്ഥർക്കും വേതന നിർണയ വിതരണ മേലധികാരികൾക്കും ധനവകുപ്പിലെ സ്പാർക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റിനും PMUവിനും മാത്രമാണ് കൈകാര്യം ചെയ്യാനാവുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ വിവരങ്ങൾ എങ്ങനെ കിട്ടി എന്ന് വ്യക്തമാക്കണമെന്നാണ് NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാഫർ ഖാനും ജനറൽ സെക്രട്ടറി AP സുനിലും ആവശ്യപ്പെടുന്നത്. ആകെ DA 30% വർദ്ധിപ്പിച്ചു. മാർച്ച് 1 ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ആദ്യം വർദ്ധിപ്പിച്ച 3% DAയും ഏപ്രിൽ 1 ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ഇപ്പോൾ വർദ്ധിപ്പിച്ച 10% DAയും നിങ്ങളുടെ കൈകളിൽ എത്തുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ അഡ്വാൻസ് പുനഃസ്ഥാപിച്ച കാര്യവും അറിഞ്ഞിരിക്കുമല്ലോ. ജീവനക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഈ സർക്കാർ എന്നും ഒപ്പമുണ്ടോ എന്നും വരുന്ന ആളുകളിലും ഈ കരുതൽ തുടരും, ഉറപ്പാണ് വാക്ക് എന്നാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം. സ്പാർക്കിൽ നിന്നും ജീവനക്കാരുടെ ഡാറ്റ മോഷണം നടത്തി മുഖ്യമന്ത്രിയുടെ പേരിൽ നൽകുന്ന സന്ദേശം ചട്ടലംഘനമാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നത് സൗജന്യ കിറ്റ് മാതൃകയിലെ സർക്കാരിന്റെ ഔദാര്യമാണെന്ന നിലയ്ക്ക് ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യക്തിപരമായി നൽകിയിരുന്ന സന്ദേശവും അല്പത്തരവും തരംതാണ രാഷ്ട്രീയ നാടകവുമാണെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാനും ജനറൽ സെക്രട്ടറി AP സുനിലും പറഞ്ഞു. സ്പ്രിംഗ്ലർ മാതൃകയിൽ ധനകാര്യ വകുപ്പിന്റെ പോർട്ടലായ സ്പാർക്കിലും അഴിമതി നടക്കുന്നതിന്റെ തെളിവാണത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ നഗ്നമായ ലംഘനം കൂടിയാണ് ഈ നടപടി. സിവിൽ സർവീസിന് ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജീവനക്കാരെ സ്വാധീനിക്കാൻ സ്വകാര്യതകൾ ചോർത്തിയെടുത്ത് മുഖ്യമന്ത്രി ഓഫീസ് മുഖേന നൽകിയിട്ടുള്ള സന്ദേശം മുഖ്യമന്ത്രി പദവിയുടെ നഗ്നമായ ദുരുപയോഗമാണെന്ന ആക്ഷേപവും ശക്തമാണ്.